ആദ്യം ശ്രീ ഷിറാസ് ഖാൻ, ഇവിടെ ഇതാ ശശി തരൂർ ഒരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നു. അത് ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭീകരമുഖം ലോകരാജ്യങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ ശശി തരൂർ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു. രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റം, അതായത് ഭീകര പ്രവർത്തനങ്ങളോടുള്ള നയസമീപനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സംസാരത്തെയാണ് ഇപ്പോൾ മോദി സ്തുതിയായി കോൺഗ്രസ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഇങ്ങനെയൊരു സംഘത്തിൽപ്പെട്ട ശശി തരൂരിനെ കേവലം ഒരു കോൺഗ്രസ് നേതാവായി മാത്രം കാണാൻ സാധിക്കുന്നത്? ഈ ഒന്നാമതായിട്ട് രാജ്യമെന്നാൽ രാജാവല്ല. അപ്പോൾ രാജ്യത്തെ സ്തുതിക്കുന്നതാണോ രാജാവിനെ സ്തുതിക്കുന്നതാണോ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാജാവിനെ സ്തുതിച്ചാലേ എത്ര പ്രഗത്ഭർക്കും രാജ്യത്തിനകത്ത് നിൽക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം വരുന്നു. ആ സാഹചര്യത്തിലേക്ക് ഈ ശശി തരൂരിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ചെന്നു വീഴാൻ പാടില്ലായിരുന്നു. കോൺഗ്രസ്സിന് രാഷ്ട്രീയ തലത്തിൽ, സംഘടനാ തലത്തിൽ ഒരുപാട് ദൗർബല്യങ്ങളും പരാജയങ്ങളുമുണ്ട്, നിലപാടുകളിൽ പരാജയങ്ങളുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും കോൺഗ്രസ്സിന് വേണ്ടി സംസാരിക്കേണ്ട, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായൊക്കെ നിൽക്കുന്ന ശശി തരൂർ മോദിയെ, രാജാവിനെ ക്രമേണ ഒന്ന് പിന്തുണച്ചിട്ട് രാജാവിൻ്റെ ഒരു ഗുഡ് ലിസ്റ്റിൽ കടന്നു വരുവാനുള്ളൊരു ശ്രമമാണ് അവിടെ നടക്കുന്നത്. പാകിസ്ഥാൻ്റെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ശ്രീ ഷിറാസ്, താങ്കൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇതിലിപ്പോൾ ഈ ശശി തരൂർ ഇതിൽ ചെന്ന് ചാടിപ്പോയി അല്ലെങ്കിൽ പെട്ടുപോയി എന്നൊക്കെ പറയുക? കാരണം വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. പാകിസ്ഥാന്റെ ഭീകരത തുറന്നു കാട്ടാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രതിനിധികളുണ്ട്. യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നതിനപ്പുറത്ത് ജനങ്ങളുടെ പ്രതിനിധികൾ, അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാരുടെ സംഘം ആണല്ലോ ഇത്തരത്തിൽ പുറപ്പെടുകയും ഇന്ത്യ ഈ പാക് ഭീകരതയെ തുറന്നു കാട്ടുകയും ഒക്കെ ചെയ്യുന്നത്. പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു പാർട്ടി, പ്രതിപക്ഷത്തോട് യാതൊരുവിധ ഐക്യവും പ്രഖ്യാപിക്കാൻ തയ്യാറല്ലാത്തൊരു ഭരണാധികാരി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ നയതന്ത്രപരമായി അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോൾ BJPയിൽ എടുത്തു പറയത്തക്ക വ്യക്തിത്വങ്ങളില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സിലെ ഒരു വേൾഡ് വ്യക്തിത്വങ്ങളെ തൻ്റെ മുഖം മിനുക്കുവാനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അതിനകത്ത് കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയുവാൻ വിശ്വപൗരന്മാർക്ക് കഴിയണ്ടേ? കോൺഗ്രസ് പാർട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സെക്യുലറിസത്തെ ടാർഗറ്റ് ചെയ്യുന്നു, ഇന്ത്യൻ ജനാധിപത്യത്തെ ടാർഗറ്റ് ചെയ്യുന്നു. ഞാനാണ് രാജാവ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ഏകാധിപതിയെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലങ്ങളിൽ തരൂരിനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ ചെന്നുവിടാൻ പാടില്ലായിരുന്നു. അത് കോൺഗ്രസ്സുകാരുടെ അഭിപ്രായമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളുടെയും അഭിപ്രായമാണ്. അല്ല, അങ്ങനെയെങ്കിൽ അത് നേരത്തെ ആ നിലപാട് കോൺഗ്രസും സ്വീകരിക്കേണ്ടതില്ല. ഇങ്ങനെയൊരു സർവകക്ഷി സംഘത്തിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധികളെ അയക്കാൻ, അത് ശശി തരൂരെങ്കിൽ ശശി തരൂർ, ആരെയും അയക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് പാർട്ടിയല്ലേ സ്വീകരിക്കേണ്ടിയിരുന്നത്? അല്ല, കോൺഗ്രസ് ശശി തരൂരിനെ അയക്കാൻ തീരുമാനിച്ചില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി എന്നാൽ ഒരു പ്രത്യേക സാഹചര്യം. കോൺഗ്രസ് പാർട്ടി എക്കാലത്തും രാജ്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അല്ലാതെ കോൺഗ്രസ് പാർട്ടി രാജ്യത്തിനകത്ത് ഒരു രാജ്യം ഉണ്ടാക്കുവാനോ തീവ്രദേശീയതയ്ക്കോ ശ്രമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. രാജ്യമാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇന്ത്യ എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി എതിർപ്പുകൾ ഉണ്ടായിട്ടും എന്ത് ചെയ്തു? പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രതിനിധികളായിട്ട് 4 പേരെ പേര് നിർദ്ദേശിച്ചത്. അവിടെ യാതൊരുവിധ പാർലമെന്ററി മര്യാദകളും കാത്തു സൂക്ഷിക്കുവാൻ ആര് തയ്യാറായില്ല? ഈ BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് തയ്യാറായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ, എന്നെ വിളിച്ചാൽ എനിക്ക് മറ്റൊന്നും പ്രശ്നമില്ല, പാർട്ടിയല്ല എൻ്റെ വ്യക്തിത്വമാണ് വലുത്, അതിന് രാജ്യത്തിനെ കൂട്ടുപിടിക്കുമ്പോൾ തീവ്ര വലതുപക്ഷ ചിന്താഗതിയിലുള്ള തീവ്രദേശീയതയെ ഒരു ആവരണമാക്കി വെക്കുന്നതായിട്ട് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് തോന്നിയാൽ, ഇവിടെ താങ്കൾ പറയുന്നത് പോലെ AICCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നത് മാത്രമാണോ നമ്മൾ ശശി തരൂരിനെ കുറിച്ച് കാണുന്നത്? താങ്കളടക്കം ഈ ചർച്ചയിൽ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? വിശ്വപൗരൻ ഈ ട്രാപ്പിൽ പെടരുതായിരുന്നു എന്നുള്ളതാണ്.
അതാണല്ലോ ഏറ്റവും വലിയ ഐഡന്റിറ്റി ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. ശശി തരൂർ കോൺഗ്രസിന്റെ ഭാഗം ആകുന്നതിന് മുമ്പ് തന്നെ രാജ്യമൊട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്നാണ്. വിശ്വപൗരൻ എന്നത് കോൺഗ്രസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് ഇതേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി പരിചയമുള്ള ആളാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, ഒരു പക്ഷേ ലോകത്ത് തന്നെ പല സർവകലാശാലകളിൽ അടക്കം ക്ലാസുകൾ എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ലേബലിൽ ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ അവരെ പിക്ക് ചെയ്യുക എന്നത് സ്വാഭാവികമല്ലേ? അല്ല, സ്വാഭാവികമാണ്. എങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കേണ്ട ആളല്ലേ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ? ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ചട്ടക്കൂടിനകത്ത് നിൽക്കണം. അവിടെ നമ്മൾ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആരാ? ഗോദ്ര കലാപത്തിന് നേതൃത്വം കൊടുത്ത ആളാ. അദ്ദേഹത്തിനെ വെള്ളപൂശുന്ന ഒരു പരിപാടിക്കും കോൺഗ്രസ് നിൽക്കില്ല. അത് തിരിച്ചറിയുന്ന ശശി തരൂർ, അല്ല, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അപ്പോൾ 3-4 പേരുകൾ കോൺഗ്രസ് നിർദ്ദേശിച്ചു എന്ന് താങ്കൾ തന്നെ പറഞ്ഞതല്ലേ? അവിടെ ശശി തരൂരിനെ പോലെയുള്ളവരുടെ വ്യക്തിത്വങ്ങളെ സ്വന്തം ഒരു ബാനറിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം മുഖം മിനുക്കുവാനുള്ളൊരു ശ്രമം നടത്തുന്നു. ആര്? നരേന്ദ്രമോദിയും കൂട്ടാളികളും. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് രാജ്യത്തെ വീണ്ടെടുക്കാൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. സ്വകാര്യ കുത്തകളുടെ കയ്യിലേക്ക് കടന്നുപോയ രാജ്യത്തെ, ഈ ആരും പരസ്യമായി ജാതി പറയുവാൻ, മതം പറയുവാൻ ഒരു മടിയും കാണിക്കാത്ത രാജ്യത്തിനകത്ത് വിഭാഗീയത സൃഷ്ടിച്ച ഒരു ഭരണകൂടത്തിൽ നിന്നും ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തിനൊപ്പം നിൽക്കേണ്ടയാൾ പകരം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ക്രെഡിബിലിറ്റി ഉള്ളൊരു മുഖം അവതരിപ്പിക്കുവാനില്ല. അവിടെയാണ് അവർ കോൺഗ്രസിൻ്റെ ചില മുഖങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വേറെ ഒരു കാര്യത്തിലും അവർക്ക് ഈ പ്രതിപക്ഷ ബഹുമാനം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രം എന്തിനാണ് അവർ പ്രതിപക്ഷത്തെ ആശ്രയിക്കുന്നത്? മറ്റൊരു കാര്യത്തിലും അവർക്ക് ഈ പ്രതിപക്ഷ ബഹുമാനമില്ല. അപ്പോൾ മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുഖം മിനുക്കണം, അദ്ദേഹം വിശ്വഗുരുവായി ഉയരണം. ഈ വന്നുപോയിട്ടുള്ള ചില തെറ്റുകളുണ്ട്, പല കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട് ഈ തീവ്രവാദി ടെററിസ്റ്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട്. അതിന് മറുപടി പറയുവാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ഇതുവരെ വ്യക്തമായി മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിൽ ഈ സംശയം ലോകത്തിന് മൊത്തത്തിലുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ടല്ലോ. ആ ചോദ്യങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല. ആ ചോദ്യം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള രാജ്യമെന്ന നിലയിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ വിദേശത്തേക്ക് പോകുന്ന വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാന്റെ തീവ്രവാദ മുഖം തുറന്നു കാട്ടാൻ ശ്രമിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ വികാരമല്ലേ അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? രാജ്യത്തിന്റെ വികാരം പറയുമ്പോൾ രാജ്യത്തിന്റെ ചരിത്രം മറന്നു പോകുന്നത് ശരിയല്ല. അവിടെ ചെന്നിട്ട് മോദിക്ക് മുമ്പ് ഈ രാജ്യം പാകിസ്ഥാനെ എതിർത്തിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് ശരിയല്ല. പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയ പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് രാജ്യം രൂപീകരിച്ച പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ടായിരുന്നു. അതൊന്നും ചരിത്രം അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും പാലം വെട്ടാൻ ശ്രമിക്കുകയാണോ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, പാലം കെട്ടാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല.